നടൻ ജി കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട 2 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കും. കൃഷ്ണകുമാർ നൽകിയ പരാതിയും മകളുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ നൽകിയ പരാതിയുമാണ് ക്രൈംബ്രാഞ്ചിന് നൽകുക. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ഒപ്പം ചേരുന്നു. വിനീഷ്, പറയൂ. കൃഷ്ണരാജ്, നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിനെതിരായ പരാതികൾ, കൃഷ്ണകുമാർ ജീവനക്കാർക്കെതിരെ നൽകിയ പരാതിയും ഒപ്പം തന്നെ ഈ ജീവനക്കാർ കൃഷ്ണകുമാറിനെതിരെ നൽകിയ പരാതിയും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് ക്രൈംബ്രാഞ്ചിന് ഉടൻ കൈമാറും എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സാമ്പത്തിക തട്ടിപ്പ് കേസായതുകൊണ്ട് തന്നെ അത് ക്രൈംബ്രാഞ്ചിലേക്ക് മാറാനുള്ള ഒരു സാധ്യത തന്നെ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നിലവിലെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ക്രൈംബ്രാഞ്ചിന് കൈമാറുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഉത്തരവ് ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോഴും അന്വേഷണം നടത്തുന്നത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. ഉടനെ തന്നെ ഈ കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറും എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്.